സോ ഹലോ ഗൈസ്, എല്ലാ കൂട്ടാക്കും റെഡ് ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിന്ന് റെഡ് ഡെഡ് റിഡംഷൻ ആട്ടോ കളിക്കാൻ പോണേ. ഞാൻ ഇപ്പോൾ കളി കളിച്ചിട്ട് കുറേ നാളായി, ബട്ട് ഞാനൊരു പകുതിയോളം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് എന്തായാലും യൂട്യൂബിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇനി നമ്മുടെ മിഷൻ എന്താ വെച്ചാൽ നമ്മുടെ ജാക്ക്, അതായത് നമ്മുടെ ക്യാമ്പിലുള്ള ജാക്കിനെ കുറച്ചൊരു തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവനെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യണം, അതാണ് നമ്മുടെ പണി. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിറങ്ങുക, ആരാണ് എവിടെയാണ് എന്താണ് എന്നൊക്കെ സെർച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മളാരെ ഗണ്ണ് ചൂണ്ടിയിട്ടുണ്ട്. കൈകൾ കണ്ടു പരിചയമുണ്ടോ പോലെയാണല്ലോ. ഡച്ചായിരുന്നു കേട്ടോ, പേടിച്ച് പോയി. രാത്രി ഒരു പണിയില്ല കേട്ടോ. നമ്മൾ ഈ ടൗണിൽ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെർച്ചിങ്ങിലാണ്. ഇപ്പോൾ നമുക്കൊരു കസിന് കിട്ടി, ഈ പുള്ളിയുടെ ഇൻഫർമേഷൻ ഇവിടെ കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത്. സോ നല്ല അടിപൊളി സിറ്റി ആട്ടോ, ഒന്നും പറയാനില്ല. നല്ല കിടിലൻ സിറ്റിയാണ്, ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള വേൾഡ്. ഓക്കെ, ഡച്ച് നമ്മളോട് പറയുന്നത് വലിയ സീനൊന്നും ഉണ്ടാക്കാതെ നമുക്ക് പീസ്ഫുള്ളായിട്ട് തന്നെ അവനെ രക്ഷിക്കാമെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ കസീനോ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ വൈബ്, കിടിലൻ വൈബ് കേട്ടോ. കസീനോ പറയാനില്ല കേട്ടോ, ഇത് ബാറാട്ടോ. ബട്ട് ഇവിടെ ചീട്ടുകളിയൊക്കെ ഉണ്ട്. അത് തന്നെ ബാർ. ഓക്കെ, നമുക്കെന്തായാലും ഒരു ബിയർ കുടിച്ച് തുടങ്ങാം. അല്ലേ വേണ്ട, വിസ്കി ആക്കാം. ഓക്കെ, ഇത്ര ആലും ആടോ കേട്ടെ. പുള്ളി അവിടെ കഥ പറഞ്ഞോണ്ടിരിക്കുക. നല്ല അടിപൊളി സ്ഥലം, ഒരുപാടുണ്ട് കേട്ടോ. മൊത്തം കുടിച്ച് അനങ്ങാൻ പറ്റില്ല, അവിടെ കിടക്കുകയിൽ. ഇയാൾ എത്ര ആയിട്ട് കുടിക്കാനോ, അത് വാടോ ഒന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഹെൽപ്പ് വേണം. വിസ്കി കണ്ടിട്ട് വിസ്കി മാനായിട്ട് തോന്നുന്നു, ഉറപ്പായിട്ടും. അത് ശരി, ആദ്യം പൈസ കൊടുക്കണം, അല്ലെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ രൂപം മാറും. എന്നാ പിടി, വെറുതും കൂടെ വെച്ചോ നീ. ടിപ്പ് $2 അങ്ങനെ പോയി. നമുക്ക് ഇയാളോട് ചോദിച്ചു നോക്കാം, മറ്റേ ഇയാളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചു നോക്കാം. നമ്മൾ അന്വേഷിക്കുന്നത് ബ്രോട്ടി എന്ന് പറയുന്ന ഒരാളെയാണ്. ഇവിടെ പലരോടും ചോദിച്ചിട്ട് അവർക്ക് അറിയാം, പുള്ളീനെ എല്ലാവർക്കും അറിയാം. ബട്ട് അവർക്ക് പറയാൻ താല്പര്യമില്ല. ഓക്കെ, ഇയാൾക്ക് ഒന്നും പറയാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്ത് തപ്പാം. അതെ, വേറെ ഒരാൾ വന്നു. ഓക്കെ, ബ്രദർ. അതെ. ഓക്കെ, പുള്ളീനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ട്, നമുക്കത് കേട്ട് നോക്കാം. സ്ഥലം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സ്ഥലമൊന്നും എനിക്കറിയില്ല. ബട്ട് ഇവിടെ കുറച്ച് പിള്ളേരോട്, ആ ഏരിയ കുറച്ച് പിള്ളേരുണ്ട്, അവരോട് ചോദിച്ചിന് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞു. നമുക്ക് എന്തായാലും ആ പിള്ളേരെ തപ്പിന് നോക്കാം. ഓക്കെ, ഈ ഒരു വഴിയാണ് അങ്ങനെ പറഞ്ഞ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഈ ഒരു ഏരിയ ആയിട്ടാണ് പിള്ളേർ ഗ്യാങ് ഉണ്ട് എന്ന് അങ്ങനെ പറഞ്ഞത്. അവരോട് വെച്ചാൽ നമുക്ക് സ്ഥലം കിട്ടും. ഇവിടെ രണ്ടുപേര് ഇരിപ്പുണ്ട്, ഇവരോട് ചോദിച്ചു നോക്കാം നമുക്ക്. Yeah, I think I heard a few in the other courtyard up ahead. You can get through on the left there. ഓക്കെ, നമുക്ക് അറിയാൻ സാധിച്ച ഒരു കോർട്ട്യാർഡ് ഉണ്ട്, ആ ഏരിയയിലോട്ട് ആ പിള്ളേരൊന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പോയി നോക്കാം. ഓക്കെ, അവർ ഒച്ച കേൾക്കാം. എന്താ കൊടുക്കണം. ഓക്കെ, ഇവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്, ഇവർക്ക് അറിയാമെന്നറിയില്ല. ചിലപ്പോൾ കാണട്ടെ സിഗരറ്റൊക്കെ. ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവനറിയാം. ഓക്കെ, അവർക്ക് പൈസ കൊടുക്കണം, എന്നാലേ പറയത്തുള്ളൂ. ഓക്കെ, $5 കൊടുക്കാനാണ് പറയുന്നത്. ബാഗ് അടിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് അവത്തെ കൂടെ കറങ്ങും നമ്മളെ കുറേ. സ്ഥലം കാണിച്ചെന്നല്ലേ മോനെ, നല്ല അടിപൊളി തോക്കായിരിക്കും, കാരണം തലക്ക് നോക്കിയാൽ തരും. ഞാൻ ചിലപ്പോൾ പുതിയായിരിക്കും. നിനക്ക് സ്ഥലം കാണിച്ചു തന്നാ പോരെ. Hope you won't need his services, but you got the doctor on the corner there. Nice enough, fella. That's Baird and Schreiber on the right there. Famous bookstore. Not that I'm much of a reader myself. Now over here's a real piece of art. That's the Church of the Holy Blessed Virgin, mister. Okay, അവൻ ഈ സ്ഥലത്തിനെ പറ്റിയാട്ടോ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ചർച്ചിലാണ് ഇനി അങ്ങനെ. No. We're Catholics here, mister. Ain't Baptist or Okay.
അവൻ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. Bet they don't have nothing ഇവിടെയാണോ so ഈ far where you come from, mister. Look at them fine steep. കള്ള ഇതിൻ്റെ കറക്കം കണ്ടപ്പോഴേ തോന്നിയേട്ടാ ഇത് ഇങ്ങോട്ട് പോയി സാധനം ഇതാ പോണു. അനി നിൽക്കടാ എനിക്ക് ഓടാ വയ്യടാ. കുതിര ഒട്ട് വന്നുമില്ല, കുതിരയില്ല. ഞാൻ പിടിക്കും മോനെ, നീ എത്ര ഓടിയാലും പിടിക്കും. എടാ 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 ഡേയ് ആ അവൻ ട്രെയിനിൽ കയറി. ട്രെയിനിൻ്റെ സ്പീഡിൽ എനിക്ക് ഓടാനൊന്നും പറ്റില്ല, കാരണം ഞാൻ സൂപ്പർമാനൊന്നും. ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പുള്ളതെന്ന് തൊട്ട് അവിടെ പയ്യെ സ്ലോ ചെയ്യുന്നുണ്ട്. അവനെ മര്യാദക്ക് അവിടെ എത്തും, അല്ലെ ഇവിടെ കെട്ടി തൂക്കും ഞാൻ. ചേട്ടാ കുതിരയും തരുമോ? അവനെ പിടികെട്ടി തരായിരുന്നു. ബാക്കി കള്ളന്മാരാ, മൊത്തം കള്ളന്മാരാ, മൊത്തം കള്ളൻ. ചുമ്മാ അല്ല ആദ്യമായിട്ടാണ് സിറ്റിയിലൊക്കെ വെച്ചത്. അതൊക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു കുണ്ടന്മാർ. ആ അതാ ഓടിപ്പോണു. അയാൾ പറഞ്ഞു തന്നു ഈ വഴിയാ നേരെ പോയെന്നാ പറഞ്ഞേ. നോക്കട്ടെ, കാണുന്നില്ലല്ലോ. ഉണ്ടാട്ടെ ഇവരോട് ചോദിച്ചു നോക്കാം. Why, yes, we did. He went around the corner there. കോർണറിലോട്ട് ഓടിയെന്ന് പറഞ്ഞത് ആ പോണു. Right now. Hey, moron! അവൻ അടുത്ത സ്ഥാനത്തിൽ കൂടെ ഓടിപ്പോണു. ഓക്കെ, Are you okay? Bye, mister. ആ പെട്ട് കുത്തി തുറക്കും. നീ എവിടം വരെ ഓടും? ഓ വേറെ വഴിയുണ്ടോ? ആ അതൊക്കെ ചേച്ചി മാറി നോക്കാം, അല്ലേ പൈസ കിട്ടില്ല എല്ലാവരും കൂടെ കിട്ടി തൂക്കും. അല്ല ഒളിഞ്ഞു നോക്കുന്ന പിന്നെ ഓടിച്ച് കളിക്കുന്നത്, കള്ളനും പൊളിച്ച് കളിക്കുക. എവിടെ നിന്നോ മോനെ? മലയാളത്തിൽ പറഞ്ഞു, ഇറ്റാലിയനെ പറയാൻ എനിക്കറിയില്ല കേട്ടോ. Just give it up, farm boy. ഓ ട്രൈ Just give it up, kid. ഇങ്ങോട്ട് പോയി. ആ അതേ പോകുന്നു. പിള്ളേരൊക്കെ ഒരു കാര്യമോ. പിന്നെ മിസ്സായി കോപ്പ്. പച്ചക്കറി മാർക്കറ്റിലോട്ട് പോയി. ഇയാൾക്കൊന്നും അറിയില്ല എന്തുവാണിത്. ആ ഇവരോട് Kid come through here about 14, 15. Oh yeah, he ran right to us. Ran around the corner. ഓക്കെ, അവനെ കോർണറിലോട്ട് ഓടിയെന്നാ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എങ്ങോട്ട് പോയി? ആ അതേ പോണ്. എൻ്റെ മോനെ അവിടെ നിന്ന മര്യാദക്ക് നടു ഓടിച്ച് പട്ടി. വല്ലാത്ത കഴിവ് തന്നെ അവന്. ഇതെങ്ങോട്ട് പോയി സാധനം? വഴി എവിടെ? ആ ആ ഈ വഴി. ഇതിനൊക്കെ ഈ ഗ്യാപ്പിൽ കൂടെ ഓടിപ്പോവും അത്ര സാധനങ്ങൾ. ഓക്കെ, ഇനി എങ്ങോട്ട് ഓടിവിടാൻ മോനെ നീ? തീർന്നല്ലോ നിൻ്റെ വഴിയൊക്കെ. മൊത്തത്തിൽ ഊമ്പലാണല്ലോ ഗൈസ്. എല്ലാവരും കൂടെ കണ്ണും ചൂണ്ടിരിക്കുന്നു. മര്യാദ കണ്ട് ബാഗ് തന്നോ? ഇതിലിപ്പോൾ പലതും നടക്കും. ഇതിലും വലിയ നമ്മളെ ഓടിച്ചിട്ട് കൊന്നിട്ടുള്ള പിന്നെ ബ്രോട്ടിയുടെ ആളാണ് റോബ് ചെയ്തത്. ഓക്കെ, ബ്രോട്ടിയുടെ ആളാന്ന് പറഞ്ഞപ്പോൾ വേറെ 2 അടി കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ബ്രോട്ടി ഇവിടുത്തെ ആരോ വലിയ ആളാണ് കേട്ടോ. ബ്രോട്ടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമ്മളാ കൂട്ടത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ഞാനും ഇപ്പോഴേ ബ്രോട്ടീനെ കണ്ടുപോലില്ല, വേറെ കാര്യം. പക്ഷെ അത് ബാഗ് കിട്ടാണ്ട് ഇപ്പോൾ പണി നടക്കില്ല. ഓ സ്വീകരിക്കണ്ട, കുഴപ്പമില്ല. ഗണ്ണ് മോനെ എന്നിട്ട് എണ്ണാക്കി കയറ്റും മാറ്റി പിടിച്ചു. Got 50 men, mister. Asking questions. Well, you and your friend should pay him a visit, mister. He's got a big house on Flavian Street opposite. അതായത് പാർക്കിൻ്റെ ഓപ്പോസിറ്റ് വലിയ ഹൗസ് ഉണ്ട് അവിടെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബാഗ് തിരിച്ചു കിട്ടി. Get out of here. ഓക്കെ, എന്താ ഞാൻ വിളിച്ച് നിങ്ങൾ ഓടിച്ചിട്ടല്ലേ? ശരി, നിങ്ങളെ പുറകെ ഓടിയിട്ടല്ലേ ഇവിടെ വന്നതാണ്. ഗെറ്റ് ഔട്ട് നോക്കെ ഞാൻ വലിഞ്ഞേറിച്ചെന്ന പോലെ. ഇനി നമുക്ക് ആ പാർക്കിലോട്ട് പോകണം. അതിന് മുമ്പ് ഡച്ച് ഇന്ത്യക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞ സലൂണിലോട്ട് പോട്ടെ. എൻ്റെ പൊന്നെ കുതിര ഇനി ഏത് കാട്ടിലാണ്?
കുതിര അങ്ങ് ദൂരെ കിടക്ക് ഓടി വന്നപ്പോൾ അറിഞ്ഞില്ല. അമ്പോ ചത്ത് ഓടി വയ്യ പറഞ്ഞാൽ വലിച്ചിട്ട് പോവുക. ഇപ്പോൾ കാണിച്ചേ പ്രീമിയം സിഗരറ്റ് എവിടെ? അതെ പോലീസുകാരൻ്റെ വണ്ടി തന്നെ വലിക്കണമെന്ന് എനിക്ക്. താൻ പോടോ. ഇവിടെ ആനക്കാരെ നടക്കുമ്പോൾ അവരുടെ ചെറിയ കാര്യങ്ങൾ പറയുന്നു. അതേ കിടക്കുന്നു കുതിര. വെച്ചടുത്ത് തന്നെ നിൽക്കാം കേട്ടോ. എന്തൊരു അനുസരണം അവന്. ഓക്കെ, ഇനി ആ കാട് വരെ പോവാം. കാടല്ല, ദൂരം. പോട്ടെ. ഓക്കെ, അവസാനം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ, കാലി നീട്ടി ഇരുന്നോടാ. പണി തരാൻ എന്താ റോബ് അടിച്ച് ബ്രോ? എന്ത് ചെയ്യാൻ? കുറച്ച് പിള്ളേർ ചിരിക്കുന്ന താണ്ടായ തന്നെ റോബ് അടിച്ചേനെ. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ. ഒരു ബിഗ് ടൗൺ ഉണ്ട് അവിടെ, ഒരു പാർക്കിൻ്റെ ഓപ്പോസിറ്റൊക്കെ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഗുഡ് വർക്ക്. ഓക്കെ, താങ്ക് യു. നമുക്ക് വിസിറ്റിങ്ങിന് പോകണമെന്ന്. നമുക്കെന്താ പോകാം? നല്ലൊരു വിസിറ്റിംഗ് ആവട്ടെ. ഓക്കെ, നമുക്ക് പോകാൻ നേരമായിട്ടുണ്ട്. വിസിറ്റിംഗ്. ഓക്കെ, നമുക്ക് ഡച്ചിൻ്റെ അടുത്തോട്ട് തന്നെ പോകണം. ഡച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിള്ളേരൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞത്. ഒരുപാട് പേരൊന്നും ആവശ്യമില്ലടി, നമ്മൾ പീസ്ഫുള്ളായ കാര്യത്തിന് പോകണം. ഓക്കെ, നമുക്കിനി കുതിരപ്പുറത്ത് ഡച്ചിൻ്റെക്ക് ചെല്ലാം. നമുക്ക് അവിടെ ആൾക്കാരുമായിട്ട് അങ്ങോട്ട് പോകാനുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ പാർക്ക്. ഇതിന് ഓപ്പോസിറ്റാണ് പുള്ളിയുടെ വീട്. നമ്മൾ ഡച്ച് പാർക്കിനകത്ത് നോക്കാം. എന്തായാലും പോയി നോക്കാം. ഇതിങ്ങോട്ടാണ് എൻട്രൻസ്. അതാ നിൽക്കുന്നു. ഗണ്ണൊക്കെ പൂർ കണ്ടീഷനിലാണ്. തുരുമ്പിച്ചിരിക്കും. ടച്ചേ, ഒരുപാട് പേരുണ്ടല്ലോ. ആകെ ഒരാൾ മാത്രം വന്നിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, അതിന് ധാരാളം. വീട് കത്തിക്കാനുള്ളതൊക്കെ ഞാൻ തന്നെ ധാരാളം. പിന്നെ റെസ്റ്റ് ഇൻ പീസ്. നമ്മൾ പീസ്ഫുള്ളായിട്ട് കാര്യത്തിനാണ് പോകുന്നത്. മൊത്തം ഫൈറ്റാക്കാൻ താല്പര്യമില്ല. ഇനി സാഹചര്യം അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടിയൊക്കെ വരും. അത് വേറെ കാര്യം. ഓക്കെ, ഡച്ചിനെ ട്രസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ, ചെയ്താൽ മതി. അവസാനം കാണാം. അപ്പോയിൻമെൻറ്റ് ഒക്കെ എടുത്തായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പീസ്ഫുള്ള കാര്യത്തിന് തന്നെ വന്നതായിട്ട് പുള്ളിയുടെ മൂക്ക് പിടിച്ച് എല്ലാം കൂടെ ഇറങ്ങി വരും. ആകണ്ടോ പൈസ കൊടുത്തു കേട്ടോ. അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് ഗണ്ണും കൊടുത്തു. ഓക്കെ, നല്ല ട്രേഡ്. പേടിപ്പിക്കാറ് അകത്തോട്ട് കയറണ്ട. എന്തുവാണ്? അടിപൊളി ഹൗസ് കേട്ടാ. ഓക്കേ, ഓ എൻ്റെ പൊന്നേ, സീൻ ഹൗസ്. പുള്ളിറ്റാലിന് ഇറ്റാലിയനിൽ സംസാരിക്കുകയല്ലേ. ഓക്കെ, നമ്മുടെ അതായത് ജോൺ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഡച്ചിൻ്റെ കൂടെ നിന്നത്. ആ ജോണിൻ്റെ മകനാണ് ജാക്ക്. അപ്പോൾ അവനെ രക്ഷിക്കാൻ നമ്മൾ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനെ എവിടെയാണെന്ന് ചോദിക്കുന്നത് നമ്മളല്ല, ഡച്ച്. നമ്മൾ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങൾ മര്യാദക്ക് കൊച്ചിനെ തരിക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ റൂമിൽ ഒരുപാട് ഡെഡ് ബോഡീസ് വീഴുമെന്നാണ് പറയുന്നത്. അവൻ്റെ സിറ്റി കൂടെ നടന്നു.
when you come into my house അവനെ പറ്റി before അറിഞ്ഞില്ലായിരുന്നു. everyone, and you tell me how to act? You ask me to show compassion. Have I not shown you? ആക്ഷൻ കാണിക്കില്ല മോനെ, നമ്മളെല്ലാം അടിച്ചിടും അത്രേ ഉള്ളൂ. Allowing you to breathe in my presence. ഗൈസ് അവരങ്ങനെ ലാസ്റ്റ് ഒരു ഡിമാൻഡ് പറഞ്ഞാൽ അതായത് ഗ്രേവ് ഹണ്ടേഴ്സിനെ കൊല്ലുക എന്നാണ് പറഞ്ഞത്. ഗ്രേവ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, അതായത് ഡെഡ് ബോഡി അടച്ച് കഴിയുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ പുള്ളി അവന്മാരൊക്കെ വന്നിട്ട് അതിൻ്റെ മേത്തുള്ള മാല, വള, അതുപോലെ എന്തെങ്കിലും ഗോൾഡ് ഐറ്റംസ്, ഇനി റിസോഴ്സസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുന്നവന്മാരുണ്ട് സിറ്റിയിൽ. അപ്പോൾ അത് അവന്മാരെ ഒന്ന് കൊല്ലുക, അല്ലെങ്കിൽ അവന്മാരുടെ റിസോഴ്സൊക്കെ എടുക്കുക, കൊല്ലുക, അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിമാൻഡ്. വെറുതെ തരത്തില്ല ചെറുക്കനെ. അങ്ങനെ നമ്മൾ ഗ്രേവ് യാർഡ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി ശവപ്പുറം പോയി. ഇനി ഇവിടെ ഇപ്പം എത്ര ശവം വീഴുമാവും? ഇനി അവന്മാരെയാണ് നമുക്ക് കൊല്ലേണ്ടത്. This way. ഓക്കെ, സെമിത്തേരിയുടെ ചുറ്റും നോക്കണം. ഗ്രേവ് റോബേഴ്സ് ഉണ്ട്, അവരെ നോക്കിയിട്ട് അവന്മാരെയാണ് കൊല്ലേണ്ടത്. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കാം, ഇവിടെ മൊത്തം നോക്കണം. സൗണ്ട് ഉണ്ടാക്കാണ്ട് പോകണം പരമാവധി, അല്ലെങ്കിൽ എല്ലാവരും ഓടിക്കൂടുക, സീനാവും. സൈലൻ്റ് ആയിട്ടന്മാരെ കൊല്ലുക, പോവുക, അതാണ് ഇപ്പോൾ നമ്മുടെ പണി. ഒരു പന്നപ്പട്ടി കുറേ നേരമായിട്ട് കുരച്ചോണ്ടിരിപ്പുണ്ട് ഇവിടെ. മിക്കവാറും അതിനെ ഇപ്പോൾ എയറിലാക്കും. മിക്കവാറും ഒരുപാട് നേരം കുറച്ച് ഇപ്പോൾ എയറിലാകാൻ ചാൻസ് ഉണ്ട്. How they expect anyone to rest in peace when they ain't even buried him in the ground? ഇതിൻ്റെ അകത്ത് കാണാൻ ചാൻസ് ഉണ്ടോ നോക്കട്ടെ. ഗണ്ണെടുത്ത് നോക്കാം. ഇനി ടോർച്ച് എടുത്തില്ല. ഓക്കെ, വലിച്ച് നോക്കട്ടെ. ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വന്മാരില്ല കേട്ടോ. ആ മൂൺഷേൻ കിടക്കുന്നൊക്കെ ആവശ്യം വരും. ഓക്കെ, സിഗരറ്റ് കാർഡ് കിട്ടി. ഇതൊക്കെ എന്തിനു എനിക്കിപ്പം കുഴപ്പമില്ല, നമ്മളെ കളക്ഷൻ ചെയ്യിക്കട്ടെ, എപ്പോഴേലും നമുക്ക് ഉപകാരം വരും. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലം കൂടെ നോക്കണം. ഇവിടെ ഈ ഏരിയ കാണുന്നില്ല, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി നോക്കാം. You won't care once we get the boy back. That bastard better keep his word. Keep it down. Don't want him to bolt on us. You hear something? കേട്ട് എന്തോ ഒരു ഒച്ച കേട്ടിട്ടുണ്ട് ഞാനിപ്പം. ആദ്യം പട്ടീനെ മിക്കവാറും അൽഫാമാക്കി കേട്ടെ. കുറേ നേരം പട്ടി പട്ടി മോനെ മിണ്ടരുത്. മിണ്ടിനെ ഏറിലാക്കി ഞാൻ. മിണ്ടരുത് കേട്ടോ. വിട്ടോ. ആ ഓക്കെ, നല്ല അനുസരണമുള്ള പട്ടി. ഇല്ല ഇപ്പം ഇവിടെ കെട്ടി തൂങ്ങിയാൽ എത്ര ഉള്ളൂ. ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരും കൊണ്ട് ഓടി വന്നായിരുന്നല്ലോ. ഓടി മാറുന്നല്ലോ കണ്ടല്ലോ. ഇതെങ്ങോട്ട് പോയി ഇതൊക്കെ? ഇവിടെ ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്കൊന്ന് തള്ളി നോക്കാം. ഓക്കെ, ഈ ഡോർ ലോക്കടാ. ഓക്കെ, ആരോ വന്നുണ്ട് കേട്ടോ. ആരുടെയോ ഫുഡ് സ്റ്റെപ്സ് കേൾക്കാം. അപ്പം അടുത്തെത്തി എന്നാണ് തോന്നുന്നു നമ്മൾ. Hold up. I think I heard something. What? Either the dead are waking up, or somebody's trying to wake them. Okay. Come on. What was that? ഓക്കെ, അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇവിടെ വെടിവെക്കുന്നുണ്ട് വെച്ചേക്കാട്ടാ. കേട്ടെടുത്തു. ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. കവറെടുത്തു. ഓക്കെ, തൂക്കിയല്ലോ. മറി. യൂ, എണ്ണ ഒന്നും അറിയില്ല മച്ചാനെ, ഒന്നും ചോദിക്കല്ലേ. ഉള്ളവരൊക്കെ അടിച്ചിട്ടു. ഓക്കെ, ചത്തു.
ഇതാ വന്നി നീ ഒറ്റയ്ക്ക് ഓടാണ്ട് ഞാനും കൂടെ തന്നെ. താൻ ഒരു പടിയെങ്കിലും വെച്ചാടൂ. ഇവിടുത്തെ തോക്കും കയറി പിടിച്ച് പേടിപ്പിക്കാൻ നടക്കുക. തോക്ക് കാണിച്ച് അവറും കൂടെ ഉണ്ട്. അത് അമ്മമാർക്ക് തന്നെ കണ്ടു കാണാൻ വയ്യ. എന്താണ് കാര്യം? ചത്തില്ലേ? പോയി ഓക്കെ. അതാ ഓടുന്നു. മണി നിൽക്കാ. ഓക്കെ ഓക്കെ. ഇതേ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇപ്പം പണി കാണിച്ചു തരാം. മേളിൽ നിന്ന് എനിക്ക് ഒരാളും കൂടെ ഉള്ളൂ. എൻ്റെ ഇടയിൽ കൂടെ കല്ലേട്ട് അടി കൊള്ളുന്നു. ഇപ്പം ചാവും. ഓക്കെ സെറ്റ്. അപ്പം രണ്ടെണ്ണം ഇവിടെ തീർന്നു. ഇനി ഇല്ലയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഗ്രേവ് ഹണ്ടേഴ്സ് ചത്തെന്ന് തോന്നുന്നു കേട്ടോ. ലൂട്ടടിച്ച് വെറുതെ നിൽക്കല്ലേ. എന്തായാലും അവിടുന്ന് പൈസ ഒന്നും കിട്ടത്തില്ല. മൊത്തം നഷ്ടമാണ്. എൻ്റെ കിട്ടുന്നതൊക്കെ പിടിച്ചടിച്ചു. വെടിയുണ്ട് അത്യാവശ്യം വരും കേട്ടോ. അതൊക്കെ അവൻ പറയുന്ന നമുക്ക് എടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്തത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമ്മയുടെ കളക്ഷൻ നോക്കിയിട്ടുണ്ട്. ഗ്രേവ് റോബേഴ്സിൻ്റെ. ആരാ വിസിലടിക്കുന്നു? പെട്ട് പോലീസുകാർ വന്നു. വെടി വെച്ചപ്പോഴേ തോന്നി സൗണ്ട് കേട്ടെല്ലാം കൂടെ ഓടി വരുമെന്ന്. ഈ ഗേറ്റ് പൂട്ടിയിരിക്കുക. വന്ന വഴി കൂടെ തന്നെ പോകേണ്ടി വരും. വന്ന വഴി കൂടെ പോലീസകത്ത് കയറിയിരിക്കുകയാണല്ലോ. പൊളിച്ചും ഭാഗത്തും പോകേണ്ടി വരും. എൻ്റെ പൊന്നെ, ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷോട്ടെ. കണ്ടിരുന്നെല്ലാം കൂടെ അടിച്ച് അരിപ്പയാക്കിനെ. കുറേ പേരുണ്ടേ. പെട്ടെന്ന് രക്ഷോട്ടോ. ഓക്കെ, ഇനി നമുക്ക് മറ്റവനടുത്തോട്ട് പോകണം. അവൻ്റെ വീട്ടിലോട്ട് പോയിട്ടാണ് ഈ സംഭവം കിട്ടിയ ഗോൾഡ് കോയിൻസ് അതെല്ലാം കൂടെ അമ്മമാർക്ക് കൊടുക്കണം. മറ്റവന്മാരെ ഹണ്ട് ചെയ്തത്. അപ്പോൾ അവന്മാരും ചത്ത അമ്മമാരുടെ പൈസ അവനും കിട്ടും. ഓക്കെ, അത് കൊടുത്താണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഓക്കെ, ഇനി അവിടെ നമുക്ക് റിലീസ് ചെയ്യണം നമ്മുടെ ജാക്കിനെ. ചെറുക്കനാട്ടാ. Yes. Let's just see. Keep your head. Act normal. How's he even gonna know we did what he asked? റിട്ടേൺസ് തുറക്ക്. ഓക്കെ, എന്നാ ചെറുക്കനോടെ അതേ പിന്നെ ഇനി മേലെ നീ പുറത്തോട്ടിറങ്ങുന്നത് ഇതുപോലത്തെ പണി കിട്ടും. എന്നാ നിന്റെ ബോസിനോട് തിങ്ങാൻ കൊടുക്കും. ഡച്ച വന്നില്ലേ? അവിടെ നിൽക്കുവാണോ? അവൻ്റെ പാർട്ടി ഇൻവൈറ്റ് ചെയ്ത് അടുത്ത മിഷൻ തരാനായിരിക്കും. അല്ലെ നമ്മളെ മൂന്നിനെയും കൂടെ കൊല്ലാനായിരിക്കും അടുത്ത പാർട്ടി ഇൻവിറ്റേഷൻ തന്നവർ. വേറെ പണിയില്ലേടോ അതെനിക്ക്. അങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്ഥലം മാറി വന്ന പുതിയ ക്യാമ്പ്. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ക്യാമ്പാണ്. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ ചെക്കൻ വന്ന സന്തോഷത ഇവിടെ പാർട്ടിക്കാരനൊക്കെ എല്ലാവരും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അൺലിമിറ്റഡ് വിസ്കി ആൻഡ് ബിയർ. ഓക്കെ, boy a bit of space. See you later. Good to have you back, Jackie. We missed you. Cuando salí de Hermosillo, lágrimas vine llorando. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി എന്ത് കണ്ടൻറ്റ് വേണം. RDR2
വേറെ ഗെയിം കാണുമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ ബൈ ഗൈസ്.